സുർജിത്ത്, മറ്റൊരു വാർത്ത കൂടി. വയനാട് പുൽപ്പള്ളിക്കടുത്ത് ചേകാടിയിലും കടുവയെ കണ്ട് നാട്ടുകാർ പറയുകയാണ്. ചേകാടിയും വിലങ്ങാടിക്കടുത്താണ് ഇന്ന് രാവിലെ കടുവയെ കണ്ടതായി വിവരമുള്ളത്. വനപാതയോട് ചേർന്ന റോഡിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്ന കടുവയുടെ ദൃശ്യം 24 കിട്ടുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരുടെ സംശയമല്ല. സുർജിത്ത് അയ്യപ്പത്ത് ചോദിച്ചു. സുർജിത്ത്, ഇപ്പോൾ ചേകാടിയിൽ ഈ കടുവയെ കണ്ടതിൽ അതിനുള്ള തിരച്ചിലോ കൂട് സ്ഥാപിക്കലോ എന്തെങ്കിലും നടപടി ഇതിനോടകം തുടങ്ങിയോ സുർജിത്ത്? ഹാഷ്മി, ഈ പ്രദേശം എന്ന് പറയുന്നത് വനമേഖലയാണ്. സ്വാഭാവികമായും അവിടെ നിരന്തരം ഇങ്ങനെ കടുവയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ ചേകാടി എന്ന് പറയുന്നത്. വിലങ്ങാടി എന്ന് പറയുന്നത് ആദിവാസി സെറ്റിൽമെൻറ്റുകൾ അതിൻ്റെ അടുത്തായിട്ടുണ്ട് ആ പ്രദേശത്ത്. പക്ഷേ ഇത് വനമേഖലയാണ്, വനമേഖലയിലൂടെ കടന്നു പോകുന്ന പാതയാണ്. അവിടെയാണ് നിലവിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. റോഡിലൂടെ പോകുന്ന യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവ ഉണ്ട്. അത് വനമേഖലയാണ്. ആ വനമേഖലയിലാണ് ഇങ്ങനെ ഒരു കാട്ടാന കടുവ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തായാലും ആ ജനവാസ മേഖലയിലൂടെ കടുവ കടന്നു പോകുന്നുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. നിലവിലിപ്പോൾ ഈ ബേസ് ക്യാമ്പിൽ ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം കൂടിയുണ്ട്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായി. ഇതിനിടയിലാണ് മറ്റൊരു കടുവ ഇറങ്ങി എന്നുള്ള വാർത്ത കൂടി വരുന്നത്. ഇവിടെ മാത്രമല്ല, ലക്കിടിയിലും സമാനമായ രീതിയിൽ തന്നെ കടുവ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തന്നെ ആളുകൾ പറഞ്ഞത്. അവിടെ ആദ്യം കണ്ടത് KSEBയിലെ ജീവനക്കാർ അവിടെ ലൈൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കടുവയെ കണ്ടു എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇന്നലെ രാത്രി അത് റോഡിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും ഈ വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ കടുവകൾ വലിയ രീതിയിൽ അലോസരം ഉണ്ടാക്കുന്ന തരത്തിൽ, മനുഷ്യർക്ക് പോലും ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സ്വാഭാവികമായും ആളുകളുടെ പ്രതിഷേധം ആളിക്കത്തുന്ന നിലയിലേക്ക് വരും. അത് സ്വാഭാവികമാണ്. ആളുകളുടെ പ്രതിഷേധം ഇങ്ങനെ കാടും നാടും വേർതിരിക്കാനുള്ള നടപടികൾ, അത്തരത്തിലുള്ള സത്വരമായ നടപടികൾ, കിടങ്ങായാൽ കിടങ്ങ്, അല്ലെങ്കിൽ വൈദ്യുതി വേലിയെങ്കിൽ വൈദ്യുതി വേലി, അത്തരത്തിൽ ഒരു വേർതിരിവുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ വേണം. മനുഷ്യജീവന് വില കൽപ്പിക്കണം, അത്തരത്തിലുള്ള ആവശ്യം കൂടി, മൃഗങ്ങളുടെ ജീവനേക്കാൾ മനുഷ്യജീവന് വില കൽപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയാണ്. കാരണം അത്രമാത്രം വലിയ ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം വീണ്ടും ആവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ച് കൂടുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നു, ആ മരണം ഒരു തുടർച്ചയാകുന്നു. കാട്ടാന ആക്രമിച്ചു കഴിഞ്ഞ പാക്കത്തെ പോളും അതോടൊപ്പം തന്നെ പടമലയിലെ അജീഷും നമുക്ക് മുന്നിലുണ്ട്. അതിനു മുമ്പ് ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരാളെ തോട്ടത്തിൽ വെച്ചാണ് കാട്ടാന തിരുനെല്ലിയിൽ തന്നെ ആക്രമിച്ചത്. അങ്ങനെ എത്രയോ മനുഷ്യർ ഇങ്ങനെ തോട്ടങ്ങളിലും അതോടൊപ്പം തന്നെ ജനവാസ കേന്ദ്രത്തിലും വന്യജീവികൾ ഇറങ്ങി ആക്രമണത്തിന് വിധേയരായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് ആശങ്ക. ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല, അതിന്റെ പല മേഖലകളിൽ ഒരേ സമയം പല കടുവകളെ കാണുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് ആശങ്ക കൂട്ടുകയാണ്. ഇടപെടേണ്ടവർ ഇടപെടാതെ ഇല്ലെങ്കിൽ അത് ഇനിയും സാഹചര്യങ്ങൾ കൂടുതൽ തീവ്രമാകും. വീണ്ടും രാധമാർ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.